നിൽക്കുന്ന ഈ സമയത്ത് ബഹുമാനപ്പെട്ട റഷീദ് കർദാമിയെ കൊലപ്പെടുത്താനുള്ള ഈ നീക്കത്തിലും പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധ സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധ സംഗമം നമുക്ക് നൽകുന്ന സൂചന അള്ളാഹുവിന്റെ ശക്തിയുണ്ട്, അള്ളാഹുവിന്റെ ദൗത്യങ്ങളുണ്ട്. ഈ അഭിനന്ദനയുടെ വിശ്വാസങ്ങളെയും പ്രചാരണങ്ങളെയും തടുത്തു നിർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല. വളരെ വ്യക്തമായി ബോധ്യപ്പെടുകയാണ്. ഈ നാട്ടിലെ എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഭരണസാരഥികളോടും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും ഈ ഇരിക്കുന്ന യുവാക്കളെയും യുവജന പ്രസ്ഥാനങ്ങളെയും കുട്ടികളെയും കാണിച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. മുമ്പിലുള്ളവർ നീട്ടാല ബാക്കിലുള്ളവർ ഇരിക്കുള്ളൂ. അവർ അവസാന ലക്ഷ്യം വരെ ഞങ്ങൾ ചോദ്യം കാര്യം പറയട്ടെ. മണ്ണാർക്കാട് മാത്രമല്ല എംഎൽഎമാർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ 140 എംഎൽഎമാരുണ്ടെങ്കിൽ ആ എംഎൽഎമാർ ഞങ്ങളുടെ സംസ്ഥാനത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള അവസ്ഥകൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മണ്ണാർക്കാട്ടിലെ എംഎൽഎ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഏത് വഴിയിലേക്ക് കൊണ്ടുപോകണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാട്ടിലെ മതപ്രബോധകരാകുന്ന മഹത്തുക്കൾക്ക് അവർക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധനങ്ങൾ നടത്താനും അള്ളാഹുവിന്റെ അഭിനന്ദനമായിട്ട് പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം. 1947 ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് മണ്ണാർക്കാട് കിട്ടിയിട്ടില്ലെന്ന് പറയാൻ അനുവദിക്കുകയില്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഈ നാട്ടിന്റെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട എംഎൽഎയുടെ ദീർഘമായ പ്രവർത്തനങ്ങൾ അത് കണ്ടും കൈകെട്ടി നോക്കി നിൽക്കാൻ എല്ലാ കാലത്തും ഈ പ്രസ്ഥാനത്തിന് സാധ്യമല്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ കേടുകൾ കണ്ടുകൊണ്ട് ഇവിടുത്തെ ഇരിക്കാൻ പറഞ്ഞിരിക്കും. ഏതായിരുന്നാലും പ്രിയപ്പെട്ട പ്രവർത്തകരെ, ഈ നിലക്കുള്ള ഈ സംവിധാനത്തെ തകർത്തുകൊണ്ട് നമ്മുടെ മൈക്ക് പെർമിറ്റ് വരെ റദ്ദാക്കുന്നുണ്ട്. നമ്മളെ സത്യം തുറന്നു പറയാനുള്ള നാവ് കെട്ടുകെട്ടാമെന്നാണ് വിചാരമെങ്കിൽ അവർ വിഡ്ഢികളുടെ സംഭവിക്കുന്നത്. ഒരു മതപണ്ഡിതന് പ്രബോധനം നടത്തിക്കൂടാ എന്നോ ഒരു മതപ്രബോധകർക്ക് ഈ ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒന്നും ചെയ്തുകൂടാ എന്നാണോ? അദ്ദേഹത്തെ വലിച്ചിറക്കിക്കൊണ്ട് അപമാനിക്കുകയും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത് അവസാനം പത്രങ്ങളിലൂടെ ചന്ദ്രികാപത്രത്തിലൂടെ ഇവിടെ അതിന്റെ വക്താക്കൾ എഴുതിവിട്ടിരിക്കുന്നത് എന്തു നെറുകേടുത്തരമാണ്. അനാശാസ്യ പ്രവർത്തനത്തിന് ഞങ്ങളുടെ പണ്ഡിതന്മാർ പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഈ അനാശാസ്യത്തിന്റെ ഈ കോട്ടാമ്പി കാണിച്ചുകൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കാമെന്നാരും മനസ്സിലാക്കിയത്. തരത്തിലുള്ള 100,000 വെല്ലുവിളികൾ കണ്ടുകൊണ്ട് തീയിൽ മുളച്ച പ്രസ്ഥാനമാണ്. ഇല്ലായ്മ ചെയ്യാൻ ഇന്ന് കേരളത്തിൽ ജനിച്ച് ഇവിടുത്തെ ഇടതു വലതു പ്രസ്ഥാനങ്ങൾ മാറി മാറി ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരുടെ മുമ്പിൽ നെഞ്ചു കാണിച്ചുകൊണ്ട് രക്തം തിളക്കുന്ന യുവാക്കളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ ഈ പറയുന്നത് രാജ്യത്തിന്റെ അഖണ്ഡതകളും ഐക്യങ്ങളും തകരാതിരിക്കുന്നത് മഹാനായ ഖമറുൽ ഉലമാ ശാന്തമായ സമാധാനപരമായ നേതൃത്വത്തിന്റെ ഗുണം മാത്രമാണ്. കൂടിയിരിക്കുന്ന 10,000-കണക്കായ ആളുകളെ കൊണ്ട് മണ്ണാർക്കാടിനെ കൂട്ടിച്ചേറാക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളത് ചെയ്യാതിരിക്കുന്നത് രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. ഇതാണ് ഞങ്ങളുടെ നേതാവ് താജുൽ ഉലമയും ഖമറുൽ ഉലമയും
അതിനെ മറികടക്കുന്നൊരു പ്രവർത്തനം SYS-ലില്ല, SSF-ലില്ല. ഈ നിലക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ഭീരുത്വമായി കാണേണ്ടതില്ല. ഇവിടെ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞവരാരൊക്കെയുണ്ടോ അവരെ എല്ലാവരെയും കെട്ടുകെട്ടിക്കാൻ ഞങ്ങൾക്ക് ഈ മണ്ണാർക്കാട് മുസ്ലിം ലീഗിന്റെ MLA-മാരായി കടന്നു വന്ന പലരെയും ഞങ്ങൾക്ക് പരിചയമുണ്ട്. ഇന്ന് അവരെവിടൊക്കെയാണുള്ളത്? അവർ പോയ ഗതികേടിലേക്ക് മിസ്റ്റർ ശംസുദ്ദീൻ നിനക്ക് വഴി തെരഞ്ഞെടുക്കാമെന്നറിയിക്കട്ടെ. ഞങ്ങളുടെ മുന്നിൽ തടുത്തു നിർത്താനൊന്നും തന്നെയില്ല. ഞങ്ങൾക്ക് ഭൂമി, പറന്നു കിടക്കുന്ന ഭൂമിയും ഉയർന്നു നിൽക്കുന്ന ആകാശവുമാണ് ഞങ്ങളുടെ മാനദണ്ഡം. ഞങ്ങളെ തടുത്തു നിർത്താൻ രാഷ്ട്രീയ പിൻബലങ്ങളല്ല, ഞങ്ങൾക്ക് ആരുടെയും പിൻബലം ആവശ്യമില്ല. ഞങ്ങൾക്ക് മാത്രം മതി. മഹാത്മാക്കളായ ബദ്ർ ശുഹദാക്കളുടെയും ഉഹുദ് ശുഹദാക്കളുടെയും പാരമ്പര്യം ഞങ്ങൾക്കുണ്ട്. താജുലുലമയുടെയും ആ പിന്തുണയുള്ള കാലത്തോളം ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്കൊരാൾക്കും സാധ്യമല്ലെന്ന് കഴിഞ്ഞ 20 വർഷത്തിലേറെയായിക്കൊണ്ട് ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂത്തുകൾ അനുഭവിച്ചുകൊണ്ട് ഒരുപാട് കഷ്ടതകളും യാതനകളും അനുഭവിച്ച എന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. ഈ പ്രശ്നം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്നാണ്? നിങ്ങളുടെ ശക്തിയും നിങ്ങളുടെ ഈമാനിക പ്രസരിപ്പും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിനെതിരായിരിക്കുന്ന ആദർശത്തിനെതിരായിരിക്കുന്ന ഏതു തേരോട്ടങ്ങളെയും ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധ്യമാകുമെന്നറിയിക്കുന്നു. സഹോദരന്മാരെ, ഇവിടുത്തെ MLA-യുടെ നീചമായ പ്രവർത്തനങ്ങളുടെ ഓരോ അനക്കങ്ങളും ഞാൻ തിങ്കളാഴ്ച രാത്രി 10:30 മണിക്ക് നടന്ന ഈ സംഭവം മുതൽക്ക് വിവിധ പോലീസ് സ്റ്റേഷനുകളിലും വിവിധ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ സാധ്യമായിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൈമലർത്തിക്കൊണ്ട് നിസ്സഹായത പറയുകയാണ്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വളരെ വ്യക്തമായി പറയുന്നത്, കാക്കിക്കുള്ളിലുള്ളത് മനുഷ്യത്വമാണെങ്കിൽ ആ മനുഷ്യത്വത്തിന് പ്രാമുഖ്യം കൊടുക്കേണ്ട സമയമാണ്. അതല്ലാത്ത രൂപത്തിൽ മനുഷ്യത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കാട്ടുനീതിയാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ പുരുഷാരവത്തെ മുഴുവൻ മാറ്റി നിർത്താതെ നിങ്ങളുടെ കാട്ടുനീതി നടപ്പിലാക്കാൻ അനുവദിക്കുക. സഹോദരന്മാർ മനസ്സിലാക്കണം, ഇക്കഴിഞ്ഞ 2 ദിനങ്ങളോളമായിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാർ ആക്രമിക്കാനും അതിലൂടെ അനാവശ്യമായ തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ട് തോന്നിവാസങ്ങൾ ആക്ഷേപിക്കുവാനുമുള്ള കുലുഷിതമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങൾക്കെതിരെ നാം സംസാരിക്കുമെന്ന് കാണുമ്പോൾ ഈ മണ്ണാർക്കാട്ടിലെ നല്ലവരായ ജനങ്ങളുടെ മനസ്സ് തിരിച്ചറിയുമെന്ന് കണ്ടപ്പോൾ നമ്മുടെ മൈക്ക് പെർമിറ്റ് വരെ ഇവിടെ തടുത്തു നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെ സംഘടനാ പ്രവർത്തനത്തിന്റെ പാരമ്പര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ മൈക്കയില്ലാതെ നയിക്കാനും ആദർശ രംഗത്ത് മുന്നേറാനും നമുക്ക് ശക്തി ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരാൾക്കും സാധ്യമല്ല. അഹ്ലുസുന്നവൽ പ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു ചെറിയ സന്ദേശങ്ങളെ കൊണ്ട് 10,000-കണക്കിന് ആളുകളെ മണ്ണാർക്കാട് തടിച്ചുകൂട്ടാൻ സാധ്യമായാൽ മണ്ണാർക്കാടിന്റെ അടുത്ത ചിത്രം എന്താണെന്ന് തീരുമാനിക്കാൻ SYS-കാർക്കാകും, SSF-കാർക്കാകും. ഇല്ല, ഈ നെറുകേടുകൾ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. മാത്രം ചെയ്യുന്ന ആളുകൾക്കെതിരെയും ശിക്ഷാ നടപടികൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. പക്ഷേ നീതിയുടെ പക്ഷത്തു നിന്നായിക്കൊണ്ടായിരിക്കണം. ഇവിടെ ഞങ്ങളുടെ പണ്ഡിത നേതാവിനും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും വെറുതും തെറ്റായ രൂപത്തിൽ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വലിച്ചിട്ടുകൊണ്ട് ചങ്കുപിടിച്ച് പോക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് അതിനെതിരെ 308 കേസ് ചാർജ് ചെയ്തുകൊണ്ട് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അഴിയെണ്ണിക്കാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ഇവിടെ ഇൻഷാ അല്ലാഹ് ഈ ചുണക്കുട്ടികളെ ഇതിലേക്കിടേണ്ടി വരുമെന്ന് ഓർമ്മ. ഇത് ഏലംകുളം അബ്ദുൾ റഷീദ് സഖാഫിയിൽ അവസാനിക്കുന്നതല്ല. ഈ പ്രവർത്തകർ, 10,000-കണക്കായ പ്രവർത്തകർ, ഇവർക്കെല്ലാം ആവശ്യമായ ജയിലുകൾ നിങ്ങൾ തയ്യാറാക്കേണ്ടി വരുമെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടങ്ങള്, ഉത്തരവാദിത്തപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു MLA-യുടെ നെറുകേടുത്തരം കേവലം 5 വർഷം കൊണ്ട് മാത്രം പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. ആ 5 വർഷം കഴിഞ്ഞാൽ പിന്നെ MLA-ക്ക് ഇവിടെ അധികാരങ്ങളില്ലെന്ന് എല്ലാവർക്കും അറിയാം. അയാൾക്ക് വേണ്ടി ഓശാന പാടിയാൽ ഇനി വരുന്നവരാരായിരിക്കുമെന്നറിയുകയില്ല. നിങ്ങൾക്ക് ഭൂമി തൊടാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായേക്കും. മഹാനായ താജുലുലമയുടെ പ്രഖ്യാപനം ഓർമ്മപ്പെടുത്തട്ടെ, പ്രഖ്യാപനങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. പുറത്തേക്ക് നടക്കാൻ ഇന്ന് കേരള മണ്ണും വളർന്നിട്ടില്ലെന്നോ. ഞാൻ ചുരുക്കട്ടെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, നാം സമാധാനകാംക്ഷികളാണ്, നാം പ്രകോപിതരായിക്കൂടാ. ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നതിന്റെ അപ്പുറം പറഞ്ഞാൽ കേൾക്കുന്നവരാണ് നിങ്ങൾ, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് പറയട്ടെ, നമ്മുടെ ഈ പരിപാടി സമാപിക്കുമ്പോൾ നാം സമാധാനത്തോടുകൂടെ തിരിഞ്ഞു പോവുക. ഒരിക്കലും ഇതിന്റെ പ്രകോപനങ്ങൾ ഉണ്ടാക്കരുത്. ഇവിടുത്തെ ഒരു പൊതുമുതലും നശിപ്പിച്ചുകൂടാ. ഒരു കാര്യം നമുക്കറിയാമല്ലോ, ഈ SSF-ഉം SYS-ഉം പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിച്ചിട്ട് ഇന്നുവരെ ഒരു പെറ്റി കേസ് പോലും അനധികൃതമായി നമുക്കെതിരെയില്ല. നമ്മളിവിടെ പൊതുമുതലുകൾ നശിപ്പിക്കാറില്ല. ഇവിടുത്തെ
പഞ്ചായത്ത് ഓഫീസുകൾ തല്ലി തകർക്കാറില്ല, KSRTCകൾ തച്ചുപൊളിക്കാറില്ല. മറിച്ച് നമ്മുടെ നേതൃത്വത്തിന്റെ സമാധാനാഹ്വാനങ്ങൾ പൂർണ്ണമായി പിൻപറ്റുന്നവരാണ്. ആ പിൻപറ്റിയതിന്റെ അടയാളമാണ് ഇന്ന് ഈ കാണുന്ന ജനക്കൂട്ടങ്ങൾ ഇവിടെ അലോസരങ്ങളില്ലാതെ നിൽക്കുന്നത്. നമുക്കിവിടെ മൈക്ക് പെർമിറ്റ് പോലും നിഷേധിച്ചിട്ട് പോലും നാം പ്രകോപിതരായിട്ടില്ല എന്നത് വളരെ വ്യക്തമായി നമ്മുടെ പ്രസ്ഥാനത്തിന്റെ അച്ചടക്കം മനസ്സിലാക്കാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുന്നു. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട് ഞാൻ പറയുന്നത്, നമ്മുടെ ഈ പ്രവർത്തനം അവസാനിച്ചു കഴിഞ്ഞാൽ, ഈ പ്രതിഷേധ പ്രകടനം തൽക്കാലം ഇവിടെ അവസാനിച്ചു കഴിഞ്ഞാൽ, നാം അടുത്ത വേദികളിലേക്ക് പോകുമ്പോൾ നാം പ്രശ്നങ്ങളില്ലാതെ സമാധാനത്തോടുകൂടി തിരിഞ്ഞു പോകണം. നമുക്കാരോടും ശത്രുതകളില്ല, നമുക്കാരോടും വിരോധങ്ങളില്ല. നമുക്ക് അഹ്ലുസുന്ന വൽ ജമാഅത്ത് ഇവിടെ ശക്തിപ്പെടണം. സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തെ വകവരുത്താനുള്ള ഏതു ശ്രമങ്ങളെയും ശരീരം കൊടുത്ത്, ജീവൻ കൊടുത്ത്, ചോറ് കൊടുത്തുകൊണ്ട് നമ്മൾ നേരിടുമെന്ന കാര്യം ഓർമ്മപ്പെടുത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നാമത്തിൽ ഈ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട SYSന്റെയും SSFന്റെയും മറ്റു സംഘകുടുംബത്തിന്റെയും മാന്യപ്രവർത്തകരെ, നമ്മുടെ പ്രതിഷേധ റാലി ഇത് ഒരു തുടക്കം മാത്രമാണ്. ഇവിടെ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി നീതി നടപ്പാക്കുന്നത് വരെ പോരാടുമെന്ന് ഉച്ചയിത്രം പ്രഖ്യാപിച്ചുകൊണ്ട് റാലി ഇവിടെ തൽക്കാലം തിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സല്ലി അലാ മുഹമ്മദ് യാ റസൂലല്ലാഹി. എല്ലാവരും സമാധാനപരമായി എല്ലാവരും പിരിഞ്ഞു പോകണം. നമുക്ക് നാളെ ഇവിടെ പരിപാടി നടത്തണം. അപ്പൊ അതിൽ എല്ലാവർക്കും ഓർമ്മ വേണം, ഒരാളും സംസാരത്തിൽ പോലും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ പിരിഞ്ഞു പോകണം. പീസിന്റെ അടവ മൈക്കിൽ പറഞ്ഞു. صلى الله عليه وسلم صلى الله على محمد صلى الله